റോഡിൻ്റെ അവസ്ഥ നോക്കിയേ. ഐലൻഡിലെ മൊത്തം കുണ്ടും കുഴിയാണ്. ഇന്നലൊക്കെ ഇവിടെ നിറച്ചും വെള്ളപ്പൊക്കമായിരുന്നു. ഇവിടെ വെള്ളപ്പൊക്കമായിരുന്നു കംപ്ലീറ്റും. മെയിൻ റോഡ് കുഴപ്പമില്ല, പക്ഷെ മഴ വന്നാൽ ഞാണ്ടല്ലോ ഇവിടെ മൊത്തം വെള്ളമാണ്. ചില വണ്ടികളുടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പാർട്സൊക്കെ കാണും. നമ്പർ പ്ലേറ്റ്, മഡ് ഫ്ലാപ്പ്, പിന്നെ അണ്ടറില്ല മറ്റേ ഗാർഡ്, എൻജിൻ ഗാർഡ്, ഇതൊക്കെ കുറേ കിടക്കാം. ഇത് കണ്ട ലെഫ്റ്റ് സൈഡിൽ ഈ കച്ചറയും കാര്യങ്ങളൊക്കെ കിടക്കണുണ്ട്. ഇവിടെ മൊത്തം വെള്ളം പൊങ്ങിയിട്ട് കച്ചറ അങ്ങോട്ട് പൊങ്ങും. കാണയില്ല, കംപ്ലീറ്റും കച്ചറ. കണ്ട കച്ചറ കാണണ്ട. ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വർഷം കോർപ്പറേഷൻകാർ കുറേ കാശ്, നമ്മുടെ തന്നെയല്ലേ കാശ്, ഇത്രയും കാശ് മുടക്കിയിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരുന്ന? ഒരു ഉപകാരവും ഇല്ല, ഒന്നുമില്ല. വെറുതെ കുറെ ചപ്പും ചവറൊക്കെ കുറെ കയറ്റിക്കൊണ്ടുവരും. ഇതാണ് അവസ്ഥ ഐലൻഡിൽ. എല്ലായിടത്തും കാടൊക്കെ പിടിച്ച്, നിങ്ങൾക്ക് കാണണ്ടെന്നറിയില്ല, ലെഫ്റ്റ് സൈഡ് കണ്ട മൊത്തം കാടാണ്. അത് വല്ല നരേന്ദ്രമോദിയാ അല്ല വലിയ വലിയ ആൾക്കാരൊക്കെ വരണം, എന്നാലേ ഈ റോഡൊക്കെ നന്നാക്കും, ടാറൊക്കെ ചെയ്യും, ഈ മരമൊക്കെ ലെഫ്റ്റ് സൈഡിൽ മരമൊക്കെ കട്ട് ചെയ്യും, കംപ്ലീറ്റ് കാടൊക്കെ ക്ലീൻ ചെയ്യും. ഇങ്ങനത്തെ കുറേ VIP വരണം. VIP വന്നാലേ നമ്മൾക്ക് റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുള്ളൂ. ഇതൊക്കെ റോഡ് ചെയ്തേക്കണ പാച്ച് വർക്കൊക്കെ തൽക്കാലം ഉണ്ടാ. തൽക്കാലം ഒരു മഴയിൽ ഇപ്പോൾ കംപ്ലീറ്റ് ഇളകി അങ്ങോട്ട് കംപ്ലീറ്റും പോരും, കംപ്ലീറ്റ് ഇളകി പോരും. ഒരു മഴയത്ത് കംപ്ലീറ്റും ടാറും കംപ്ലീറ്റും. ഇപ്പോൾ തോമ്പടിയിലെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. തോമ്പടിയിൽ ഇങ്ങനെയാണ്. ഒരു മഴ പെയ്തപ്പോൾ കംപ്ലീറ്റ് അങ്ങോട്ട് കല്ലും മണ്ണും എല്ലാം കൂടി ഇളകി പുറത്തോട്ട് വന്നേക്കണം. ഇന്നലൊക്കെ സ്കൂട്ടറുകാരൊക്കെ വെറുതെ വീണായിരുന്നു. ഈ കല്ല്, മെറ്റലിൻ്റെ കല്ല് പൊടിഞ്ഞിട്ടേ അവരറിയണല്ലോ, ഈ വെള്ളം മുങ്ങിക്കുമ്പോൾ അറിയണല്ലോ. അതിൻ്റെ പുറത്ത് കയറി വരുമ്പോൾ ഇവർ തെന്നി പോണേ, ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ തെന്നി അങ്ങോട്ട് പോണേ നമ്മൾ. ഇതേപോലെ ഇന്റർലോക്കിങ് അങ്ങനെയൊക്കെ ഇടാൻ മുകളിൽ. അത്രയും റോഡ് ഗ്യാരണ്ടി ഇല്ല, ഒരു ഉറപ്പില്ലെങ്കിൽ ഇന്റർലോക്കിങ് ഇടണം. അത് അപ്പം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. വർഷത്തിലൊരിക്കലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. എവിടെ ഇങ്ങനെ ഇളക്കോ പിടിക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഐലൻഡ് റോഡിലെ ഇന്റർലോക്കിങ് ഉണ്ട. ഈ ഇവിടെ നിന്ന് അറ്റം വരെ ഉള്ളു. നമ്മുടെ ഈ ഗോതമ്പൊക്കെ ഇടൂല്ലേ, ഒരു ഗോഡൗണൊക്കെ, മട്ടാഞ്ചേരി വാർഫിൻ്റെ അവിടെ വരെ ഉള്ളു. ഇതാണ് അവസ്ഥ.
ഇതാണ് നമ്മുടെ തോമ്പടി പാലം. തോമ്പടി പാലം വലിയ മോശമൊന്നുമില്ല കേട്ടോ. മോശമാണെന്നും പറയാൻ പറ്റില്ല, നല്ലതാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ആവറേജ്. ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യേ ഇതൊന്നും ചെയ്യണം. ആ പാലത്തിന് നടക്കണ്ടോ കേട്ടോ, കംപ്ലീറ്റ് കുണ്ടും കുഴിയാണ്. എന്നിട്ട് അത് പാച്ച് വർക്ക് ചെയ്ത് ഒപ്പിച്ച പണി ചെയ്തേക്കാം. തൽക്കാലം എല്ലാം തൽക്കാലമാണ്. കണ്ടാ കംപ്ലീറ്റ് റോഡ് പാച്ച് വർക്ക് ചെയ്തേക്കാം. ഇന്നലൊക്കെ വെറുതെ വെള്ളം പൊങ്ങിയിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ, ക്ലച്ച് വെറുതെ തെന്നണായിരുന്നു, സ്ലിപ്പാണായിരുന്നു വണ്ടി വെറുതെ എടുത്തിട്ട്. എന്നിട്ട് ഇന്ന് രാവിലെ എടുത്തപ്പോൾ ഈ ഗിയർ ബോക്സിൻ്റെ ഈ ക്ലച്ചിലൊക്കെ വെള്ളം കയറി വെക്കണോണ്ട് ഇന്ന് രാവിലെ വണ്ടി എടുത്തപ്പോൾ ഗിയറൊന്നും വീഴണില്ല, ജാമായി കിടക്കണമായിരുന്നു. എന്നിട്ട് ഒരു കണക്കിന് കുറച്ച് നേരം ചൂടാക്കി ചവിട്ടി പിടിച്ച് എന്നിട്ടും ഒരു രക്ഷയില്ലായിരുന്നു. എന്നിട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഗിയറിലിട്ട് വണ്ടി സെൽഫ് എടുത്തപ്പോൾ വണ്ടി അനങ്ങി കംപ്ലീറ്റും ഇത് പോയണ്ടായിരുന്നു. ഓട്ടോക്കാരുടെ ഇത് നോക്ക്, കണ്ട ഇതാണ് വട്ടം വെക്ക. വട്ടം വെച്ച് കഴിഞ്ഞിട്ട് പോണാ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കണേ. പെട്ടെന്നൊക്കെ ഓട്ടോക്കാരൊക്കെ ഇവിടെ നോക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. പെട്ടെന്ന് അങ്ങോട്ട് ഒരു യൂട്ടേൺ എടുക്കും, ഒറ്റ വട്ടം വെക്കലുണ്ട്. നമ്മൾ നിർത്തി കൊടുക്കണം. നിർത്തിയില്ലെങ്കിൽ നമ്മുടെ ബോഡി അങ്ങോട്ട് കംപ്ലീറ്റ് വരച്ചോണ്ട് പോകും. ഇതിനൊക്കെ പറ്റിയത് എന്താ പറയുക, ജീപ്പ് വേണം, ജീപ്പില്ല അംബാസഡർ വേണം. ധൈര്യത്തോടെ മുമ്പോട്ട് എടുക്കണം. ആ ഒരു ഇത് പേടിയുണ്ടാവും. ഇപ്പം അവർക്കറിയാം ഇപ്പോഴത്തെ ബോഡിയൊക്കെ വെറുതെ എല്ലാം ഫൈബറാണെന്നറിയില്ല. മുട്ടിയാലും അവരുടെ വണ്ടിക്ക് ഒരു കുഴപ്പവും പറ്റില്ല എന്നറിയാം. നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റേ പോളേ, ഒരു സൈഡ് ഡെൻറ്റും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ സാധാ പെയിൻ്റ് ആണെങ്കിൽ 800 രൂപ, 500 800 രൂപ അങ്ങനെ വരും. ഈ മെറ്റാലിക്കും മറ്റേ ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പെയിൻ്റ് ആണെങ്കിൽ തീർന്ന് 1500 രൂപ 2000 രൂപയാണ്. ഇത് ഇവരുടെ ചോദിച്ച പൈസ തരും, അതും തരില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ അവർക്ക് അറിയാം വണ്ടി മുട്ടിക്കഴിഞ്ഞാൽ അവരൊന്നും തരാൻ പോകണമെന്നറിയാം. ഞാൻ എല്ലാ ഓട്ടക്കാരെ കുറ്റമൊന്നും പറയാനില്ല, പക്ഷെ ചില ഓട്ടക്കാരൊക്കെ പെർഫെക്റ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡ്, സിഗ്നലിടും, വണ്ടി വളയ്ക്കുകയും നോക്കി കണ്ടൊക്കെ യൂട്ടേൺ ചെയ്യും, ഇതൊക്കെ ചെയ്യും. ഇത് കണ്ട തോന്നിയ പോലെ അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ ഈ റോഡ് കണ്ട, ഈ റോഡ് കംപ്ലീറ്റ് മെറ്റൽ പൊങ്ങിയേക്കണുണ്ട്. അതെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ മെറ്റൽ പൊങ്ങിയേക്കണുണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ ബൈക്കാരൊക്കെ വന്ന് വീണ അവസ്ഥ. അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചില ഓട്ടക്കാർ ഇൻഡിക്കേറ്റർ ഇടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇൻഡിക്കേറ്റർ ഇട്ടൊക്കെ അങ്ങോട്ട് കയറും. അത് കുഴപ്പമില്ല, അതൊക്കെ മാന്യതയാണ്, അതൊക്കെ ചെയ്യണത് കറക്റ്റാണ്, പെർഫെക്റ്റാണ്. ഇൻഡിക്കേറ്റർ ഇട്ട് തിരിക്കണത്. ചില ഓട്ടക്കാർ അതുപോലും ഇല്ല, തല ഇങ്ങനെ കാണിക്കും, തല ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ കാണിക്കും. അതാണ് ഞാൻ വണ്ടി ഇരിക്കാൻ പോണേണെന്ന് പറഞ്ഞാൽ തല ഇങ്ങനെ പുറത്തിട്ടിടും. ഇന്നലെയൊക്കെ കംപ്ലീറ്റ് ഇവിടെ കിടന്ന് നീന്തനായിരുന്നു, വണ്ടി കിടന്നിട്ട് വെള്ളം മുങ്ങിയിട്ട് ഒരു രക്ഷയില്ല. ക്ലച്ചിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി, വേറെ നിർത്തിയില്ല, വണ്ടി ഇറക്കിപ്പോയി. എന്താ പറ്റുമോ, റിവേഴ്സ് പോകാൻ പറ്റുമോ? വണ്ടികൾ ഇഷ്ടംമാതിരി ബാക്കിലും വന്നുണ്ട്, കയറ്റാണ്ടിരിക്കാനും പറ്റില്ല. വേറെ നിവർത്തിക്കേട് കൊണ്ട് വണ്ടി അങ്ങോട്ട് കയറ്റിയതാണ്. വേണ്ട ഇപ്പോൾ മഴ ഒന്ന് നിന്ന് കഴിഞ്ഞപ്പോഴാണ് വെള്ളമൊക്കെ അങ്ങോട്ട് കുറച്ചെങ്കിലും അങ്ങോട്ട് ഒഴുകിപ്പോയത്. വേണ്ട റൈറ്റ് സൈഡിലൊക്കെ വെള്ളം നിൽക്കണുണ്ട. ഇതാണ് സംഭവം. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്.
ആരടുത്ത് പറയാ? നമ്മൾ വോട്ട് ചെയ്യണ ആൾക്കാർക്ക് ടാക്സ് അടക്കുക, എല്ലാ കാര്യം അടക്കുക, എല്ലാ കാര്യം ചെയ്യുക. ഇതാണ് അവസ്ഥ. നമുക്ക് ആ റൈറ്റ് സൈഡിലൊക്കെ കംപ്ലീറ്റും വെള്ളമുണ്ട്. കണ്ട, ഇപ്പോഴും വെള്ളമൊന്നും പോയിട്ടൊന്നുമില്ല. വെള്ളം കെട്ടിക്കിടക്കണം, നോക്ക്, കംപ്ലീറ്റും വെള്ളവും. വെള്ളം കണ്ട, എല്ലായിടത്തും വെള്ളം മുങ്ങളുണ്ട്. ഇതാണ് അവസ്ഥ. ഇന്നലെ ഇതിനെക്കാട്ടും ഭയങ്കര വെള്ളമായിരുന്നു. വണ്ടി ബ്രേക്ക് ഡൗൺ ആയില്ല. ദൈവത്തിന് നന്ദി. മഴ പെയ്യുമ്പോണ്ടല്ല, നമ്മുടെ ജീവനും എല്ലാത്തിനും നമ്മൾ വില നമ്മൾ തന്നെ നോക്കണം. എല്ലായിടത്തും വെള്ളപ്പൊക്കം. അവസ്ഥ നോക്കും. കോർപ്പറേഷൻകാർ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുഴി കൊണ്ടും വെള്ളം കുറയും, പിന്നെ കുഴി കൊണ്ടും കാണ വലുതാക്കും, അതാണ് ഇതാണെന്നൊക്കെ പറയും. ഇതാണ് അവസ്ഥ. എല്ലായിടത്തും വെള്ളമുണ്ട്. ഇന്നലൊക്കെ ഇവിടെ എന്ത് വെള്ളമായിരുന്നു അറിയോ? ഇവിടെ നിറച്ചും വെള്ളമായിരുന്നു ഇവിടെ. ഒന്നത് ഒരു മണിക്കൂർ എന്തായിട്ടുള്ളൂ വെള്ളം മഴ നിന്നിട്ട്. നിറച്ചും വെള്ളമായിരുന്നു ഇവിടെ. ഓക്കെ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ഇത്തരം കിടന്ന് ബുദ്ധിമുട്ടണമല്ല നമ്മൾ ജനങ്ങളൊക്കെ. എന്താ പറയുക, കംപ്ലീറ്റ് ഓടയിലും അവിടെ ഇവിടെ കേട്ട്. ഇയാളെന്താ കാണിക്കുന്നത്? സ്കൂട്ടറുകാരൻ കുറേ നേരമല്ല ഇൻഡിക്കേറ്റർ ഇടും, നിർത്തും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, പിന്നെ നിർത്തും. കോർപ്പറേഷനായിരുന്നു, അതായത് നിർത്തി നോക്കി കാണില്ല ഇതൊക്കെ. ഓക്കെ ഗൈസ്, പിന്നെ കാണാം.